ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സോയ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 150 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാവേ. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് ഇട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ വെള്ളവും കളഞ്ഞ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സോയയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ അരിപ്പൊടിയോ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കണേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി, അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇത് നല്ലതുപോലെ വെളിച്ചെണ്ണ കുടിക്കും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമുക്കിത് ഫ്രൈ ചെയ്യാവേ. ഇത് നല്ലതുപോലെ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. നമ്മളിവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.